900 വർഷത്തിൻ്റെ ചരിത്രം ജ്വലിക്കുന്നതും ആത്മീയ ചൈതന്യം നിറഞ്ഞതുമായ മുളന്തുരുത്തി പള്ളിയുടെയും വെട്ടിക്കൽ ദേറായുടെയും ഈ പുണ്യഭൂമിയിൽ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനിൽ സംബന്ധിക്കുവാനായി വന്നു ചേർന്നിരിക്കുന്നവരും വിദേശത്ത് നിന്ന് ഓൺലൈനായി സംബന്ധിക്കുന്നവരുമായ നമ്മുടെ പ്രിയപ്പെട്ട സഭാമക്കളായ നിങ്ങളെ അവരെയും അഭിസംബോധന ചെയ്യുവാൻ സർവശക്തനായ ദൈവം അവിടുത്തെ ദാസനും നിങ്ങളുടെ ആത്മീയ പിതാവുമായ നമ്മുടെ ബലഹീനതയ്ക്ക് ചൊരിഞ്ഞു നൽകുന്ന അളവില്ലാത്ത കരുണകൾക്ക് ഹൃദയ സന്തോഷത്തോടും വിനയത്തോടും കൂടി നാം നന്ദിയും സ്തോത്രവും അർപ്പിക്കുക. കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യക്ക് വെളിയിൽ നിന്നും ഏറെ ക്ലേശങ്ങൾ സഹിച്ചാണ് നിങ്ങൾ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് പരിശുദ്ധ സഭയോടും മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനമായ പരിശുദ്ധ കാതോലിക്ക സിംഹാസനത്തോടുമായ നിങ്ങളുടെ അചഞ്ചലമായ കൂറിൻ്റെയും മലങ്കര സഭാ ഭരണഘടനയോടും സഭയുടെ കാനോനാകളോടുമുള്ള നിങ്ങളുടെ വിധേയത്വത്തിൻ്റെയും ബലഹീനായ നമ്മളുള്ള നിങ്ങളുടെ കുറഞ്ഞു പോകാത്ത സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്നതിന് നമുക്ക് സംശയമില്ല. പരിശുദ്ധ സഭയുടെ പ്രധാന മേലധ്യക്ഷൻ എന്ന നിലയിൽ ബലഹീനായ നമുക്ക് നിങ്ങൾക്ക് നൽകുന്ന ആദരവും സ്നേഹവും കാണുമ്പോൾ നമ്മുടെ സന്തോഷവും കിരീടവുമായ നിങ്ങളെ പ്രതി കാരുണ്യവാനായ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്നു. മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തെ പ്രാണനേക്കാൾ വിലപ്പെട്ടതായി കാണുന്ന നിങ്ങളുടെ ഇടയനായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ പരമേൽപ്പിച്ച ഇടയത്വ ശുശ്രൂഷയുടെ ദിവ്യദാന ഭാഗ്യങ്ങൾക്കായി നാം ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ പരിശുദ്ധ സഭയിന്മേലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുമാകാറാകട്ടെ. മലങ്കര സഭയിൽ പുരാതന കാലം മുതൽ നിന്നിരുന്ന പള്ളിയോഗങ്ങളുടെ വികസിത രൂപമായി മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ എന്ന പേരിൽ 1876 നിലവിൽ വന്ന മുളന്തുരുത്തി സുന്നകദോസിൻ്റെ 150-ാം വാർഷികം ആചരിക്കുന്ന ഈ നാളുകളിൽ രണ്ടാം മുളന്തുരുത്തി സുന്നകദോസ് എന്ന ചരിത്രം അടയാളപ്പെടുത്തുന്ന ഈ മഹാസമ്മേളനം വിളിച്ചുകൂട്ടുവാനും അതിനെ ആധ്യക്ഷം വഹിക്കുവാനും നിങ്ങളിൽ ഒരുവനായ നമുക്ക് ദൈവം നൽകിയ അസുലഭമായ ഈ നിയോഗം നമ്മുടെ സത്യസഭയുടെ സ്വാതന്ത്ര്യത്തെയും സ്വയം ഭരണാവകാശത്തെയും വീണ്ടും ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. മലങ്കര സഭയിൽ വിശുദ്ധ മോറോൻ കൂദാശ ആദ്യമായി നിർവഹിച്ച അതേ ദിനത്തിൽ തന്നെയാണ് 150 വർഷങ്ങൾക്കപ്പുറം ഈ മഹാസമ്മേളനം നടത്തപ്പെടുന്നത് എന്നത് ഒരു ദൈവനിയോഗമായി നാം കാണുന്നു. നാം നിൽക്കുന്ന ഈ സ്ഥലം ഏറെ പവിത്രമാണ്. മലങ്കരയുടെ മഹാപരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനി കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച ആ വിശുദ്ധൻ്റെ കണ്ണീര് വീണ് കുളിർന്നതായ മണ്ണാണ്. മലങ്കര സഭയുടെ എല്ലാ കാലത്തേക്കുള്ള നിക്ഷേപമാണ് പരിമല സെമ്മാനേരിയുടെ വടക്കുഭാഗത്ത് കുടികൊള്ളുന്ന ആ ദിവ്യ കബറിടം. അവിടെ ആ പിതാവിൽ നിന്നും നമുക്കായി ഉയരുന്ന ഇടമുറിയാത്ത പ്രാർത്ഥനയേക്കാൾ വലിയൊരു നീക്കിയിരിപ്പും നിക്ഷേപവും ഈ സഭയ്ക്ക് ഇല്ല. ആ പുണ്യപിതാവ് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടതിൻ്റെ 150-ാം വാർഷികവും ഈ കാലയളവിൽ തന്നെയാണ്. ആ പരിശുദ്ധ പിതാവിൻ്റെയും പുണ്യവാന്മാരായ അസംഖ്യം പിതാക്കന്മാരുടെയും സഭയെ പ്രാണന തുല്യം സ്നേഹിക്കുന്ന അനേകം സാധാരണക്കാരായ സഭാമക്കളുടെയും അവിരാമമായ പ്രാർത്ഥനകളുടെയും ആത്മസമർപ്പണത്തിൻ്റെയും സുഗന്ധം ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ നാം അറിയാതെ നമ്മെ വലയം ചെയ്യുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെയും കണ്ണുനീരിൻ്റെയും തണലിലാണ് മലങ്കര സഭ എല്ലാ കാലവും നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ പരിശുദ്ധ തൃത്വം എന്ന പ്രബല കോട്ട കാവൽ നിൽക്കുന്ന പരിശുദ്ധ സഭയെ ബലഹീനമാക്കുവാൻ നോക്കുന്ന ഏവരുടെയും സംഘങ്ങൾ എല്ലാ കാലവും ചിതറിക്കപ്പെടുക തന്നെ ചെയ്യും. മുൻപെന്ന വണ്ണം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ദൈവത്തോട് ആലോചന ചോദിച്ച്
നിശ്ചയിച്ച സമയത്ത് തന്നെ ഈ മഹായോഗവും ക്രമീകൃതമായി നടത്തപ്പെടുമ്പോൾ സംശയം കൂടാതെ നമുക്ക് പറയാനാവും, ദൃശ്യവും അദൃശ്യവുമായ ബലിയാറുകളുടെ പോരാട്ടങ്ങൾക്ക് തകർക്കുവാൻ സാധ്യമല്ലാത്ത ദൈവത്തിൻ്റെ പരിശുദ്ധ സഭ ഇതാകുന്നു എന്ന്. മലങ്കര സഭയെ നീ എത്രയോ ഭാഗ്യവതിയാകുന്നു. കൊടുങ്കാറ്റുകളും പീഡനങ്ങളും നൂറ്റാണ്ടുകളോളം ആഞ്ഞടിച്ചിട്ടും നിന്റെ പ്രഭ മങ്ങിപ്പോകാതെ നിന്നെ തൻ്റെ ചിറകിന് കീഴിൽ സംരക്ഷിച്ച നിന്റെ മണവാളനായ മെശിഹ എന്നും നിന്നോടുകൂടെയുണ്ട്. മലങ്കര സഭയെ നീ സത്യത്തിൽ അടിസ്ഥാനമിട്ട് വളർന്നവളും നേരിലും നീതിയിലും ധാർമ്മികതയിലും വേരൂന്നിയവളുമാകുന്നു. ഏതു പ്രതിസന്ധികളെയും വിഷമഘട്ടങ്ങളെയും ദൈവാശ്രയത്തോടെ അതിജീവിച്ച പരിശുദ്ധ സഭയെ നിന്റെ ശരണം ലോകത്തിൻ്റെ താങ്ങുകളിലല്ലാത്തതിനാൽ പാതാള ഗോപുരങ്ങൾക്ക് നിന്നെ ഒരു കാലത്തും തകർക്കുവാൻ സാധിക്കുകയില്ല. വാത്സല്യ മക്കളെ, മലങ്കര സഭയിൽ ശാശ്വത സമാധാനം ഉണ്ടാവണമെന്നുള്ളതാണ് നമ്മുടെയും നമ്മുടെ മുൻഗാമികളുടെയും എക്കാലത്തെയും ആഗ്രഹം. എന്നാൽ അത് ഇന്നും ഒരു മരീചികയായി തുടരുകയാണ്. ഇത് നമ്മിൽ സൃഷ്ടിക്കുന്ന മുറിവും വേദനയും ഏറെ ആഴമുള്ളതാണ്. നീതിന്യായ കോടതികൾ വഴി തീർപ്പ് കൽപ്പിക്കുന്നത് ഞങ്ങൾ അനുസരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വ്യവഹാരങ്ങളിലേക്ക് നമ്മെ തള്ളിവിട്ടവർ വിധി തീർപ്പ് വന്നതിന് ശേഷവും അവയോട് മറുതലിച്ച് മുൻപെന്ന പോലെ എല്ലായിടത്തും അക്രമം അഴിച്ചുവിടുകയാണ്. സഭയ്ക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ട നീതിയും ന്യായവും ഇല്ലാതെയാക്കുവാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടേയിരിക്കുന്നു. മലങ്കര നസ്രാണികളുടെ ആത്മാഭിമാനം ആവർത്തിച്ച് വ്രണപ്പെടുകയാണ്. എന്നിട്ടും ഭരണാധിപന്മാർ നീതി പ്രവർത്തിക്കുമെന്ന പ്രത്യാശയിൽ സഭ ക്ഷമയോടെ മുൻപോട്ട് പോവുകയാണ്. 2017 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയും ഏതു പ്രതിസന്ധിയിലും മലങ്കര സഭയെ ഉരുക്കുകോട്ട പോലെ കാത്തുസൂക്ഷിക്കുന്ന 1934 ഭരണഘടനയും ഉപേക്ഷിച്ചുള്ള ഒരു തീർപ്പുകൾക്കും മലങ്കര സഭ ഒരുക്കമല്ല എന്ന നിലപാട് തന്നെയാണ് ഇന്നും നമുക്കുള്ളത്. സമാധാന ചർച്ചകൾക്കും മധ്യസ്ഥ ശ്രമങ്ങൾക്കും പരിശുദ്ധ സഭ എന്നും തയ്യാറാണ്. എന്നാൽ സമാധാനത്തിൻ്റെ ശ്രമങ്ങൾ എന്ന പേരിൽ സഭയ്ക്ക് ലഭിച്ച സ്വാതന്ത്ര്യവും നീതിപൂർവമായ അവകാശവും ബലികഴിച്ച് ഒരു തലമുറയെ കൂടി വ്യവഹാരത്തിൻ്റെ തീയിലേക്ക് ഇട്ടുകൊടുക്കുവാൻ ഒരു കാലത്തും നാം ഒരുക്കവുമല്ല. നമ്മുടെ മുൻഗാമി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദിദിയൻ ബാവായുടെ ചോദ്യം ഇന്നും പ്രസക്തമാണ്. ആരാണ് ഈ ഭിന്നതകളെ ഈ മണ്ണിൽ ഇന്നും നിലനിർത്തുന്നത്? ആരാണ് നമ്മുടെ ഭിന്നതകളെ മുതലെടുക്കുന്നത്? മലങ്കര സഭയുടെ സ്വയം ശീർഷകത്വവും സ്വയംഭരണ അവകാശവും നഷ്ടപ്പെടുത്തുന്ന യാതൊന്നും പ്രിയ മക്കളെ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു നാളും ഉണ്ടാവുകയില്ല. ക്രിസ്തീയ സാക്ഷ്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന യാതൊന്നും അനുവർത്തിക്കുന്നത് മലങ്കര സഭയുടെ മാർഗമല്ല. നാളിതുവരെ പരിശുദ്ധ സഭയ്ക്ക് ലഭിച്ച നന്മകളെല്ലാം കണ്ണുനീരണിഞ്ഞ നമ്മുടെ കൂട്ടായ പ്രാർത്ഥനകൾക്ക് സ്വർഗം തന്നതായ മറുപടികളാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹ തൻ്റെ സത്യസുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം മലമേൽ സ്ഥാപിക്കപ്പെട്ട പട്ടണം പോലെയും വിളക്ക് തണ്ടിന്മേൽ ഉയർത്തപ്പെട്ട ദീപം പോലെയും നമ്മുടെ സഭ ലോകത്തിന് മുഴുവനും ശ്രേഷ്ഠതയോടെ കാണപ്പെടേണ്ടിയിരിക്കുന്നു. സാമ്പത്തികവും സാമൂഹികവുമായ നിരവധി വെല്ലുവിളികളെയാണ് നമ്മുടെ നാട് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മലയോര ജില്ലകളിലെ തുടർച്ചയായ ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും കുട്ടനാട് പോലെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ രൂക്ഷമായ വെള്ളപ്പൊക്കവും നിമിത്തം ജീവിതം ദുസ്സഹമായി തീർന്ന എത്രയോ മനുഷ്യരാണ് ഇന്ന് നമുക്ക് ചുറ്റും ഉള്ളത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ നിലയ്ക്കാത്ത സംഘർഷങ്ങൾ മൂലം തൊഴിൽ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം അനുദിനം കൂടി വരികയാണ്.
കുടുംബ ബന്ധങ്ങളിൽ വിവിധ തരത്തിലുള്ള ശിഥിലീകരണങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഏകാന്തതയും ഒറ്റപ്പെടലും അനുഭവിക്കുന്ന വയോജനങ്ങളുടെ എണ്ണം അനിയന്ത്രിതമായി പെരുകുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നു. ചികിത്സാ ചിലവുകൾ താങ്ങാനാകാതെ വരുന്നു. മയക്കുമരുന്നുകളുടെ ഉപയോഗം നിമിത്തം കുറ്റകൃത്യങ്ങളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത തകർച്ചകളുടെ മധ്യത്തിലാണ് ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യം നിർവഹിക്കേണ്ടുന്ന സഭ ഇന്ന് നിലകൊള്ളുന്നത്. സമൂഹം നേരിടുന്ന ഈ വെല്ലുവിളികളെയെല്ലാം നേരിടുവാൻ പ്രാർത്ഥനയോടൊപ്പം വിവിധ കർമ്മ പദ്ധതികളും മലങ്കര സഭ ആരംഭിച്ചിട്ടുണ്ട്. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞ് ഫലപ്രദമായ ഇടയത്വ ശുശ്രൂഷ സഭയിലും ഇടവുകളിലും സമൂഹത്തിലും നിർവഹിക്കുവാൻ നാം എന്നും പ്രതിജ്ഞാബദ്ധരാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മുളന്തുരുത്തിൽ വെച്ച് ഔപചാരികമായി രൂപം കൊണ്ടിട്ട് 150 വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. 150 വർഷങ്ങൾക്ക് മുമ്പ് ഈ അസോസിയേഷൻ രൂപം കൊള്ളുമ്പോൾ മലങ്കര സഭയുടെ ആ പ്രതിനിധി യോഗത്തിൽ 103ഓളം പള്ളികളുടെ പ്രതിനിധികളാണ് വന്ന് സംബന്ധിച്ചത്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ കരുണയാൽ ഒരു സാർവത്രിക സഭയായി വളർന്നിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ 1500ഓളം പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഈ സമ്മേളന നഗരിയിൽ ഇരുന്നും വിദേശ രാജ്യങ്ങളിലിരുന്നും ഈ മഹാസംഗമത്തിൽ പങ്കുചേരുന്നത്. ആഭ്യന്തരവും വൈദേശികവുമായ പ്രതിബന്ധങ്ങളുടെ പേമാരിയിൽ തകർന്നു പോകാതെയും മഹിമ കെട്ടുപോകാതെയും സ്വത്വബോധം ബലി കഴിക്കാതെയും ഒന്നിലും ലയിച്ചു തീരാതെയും ഈ സഭയെ ദൈവം കൈപിടിച്ചു വളർത്തി. അതിൻ്റെ അടയാളമാണ് ആഗോളതലത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മലങ്കര സഭയുടെ അതിവേഗത്തിലുള്ളതായ വളർച്ച. വ്യവഹാരങ്ങളും നീതി നിഷേധങ്ങളും കൊഴിഞ്ഞുപോക്കുകളും സ്ഥാപിത താല്പര്യങ്ങളോടുകൂടിയ പലരുടെയും അന്തചിത്രങ്ങളും ഈ സഭയെ പിന്നാക്കം കൊണ്ടുപോകാൻ ശ്രമിച്ചു എങ്കിലും പരിശുദ്ധ സഭയുടെ ആശ്രയം ഉയരങ്ങളിലുള്ള ബാവായിൽ ആകയാൽ ദൈവം പരമാർത്ഥതയുള്ള മാടപ്രാവായ പരിശുദ്ധ സഭയെ മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെടുത്തുക തന്നെ ചെയ്യും. തൻ്റെ സഭയെ വളരുമാറാക്കിയ ദൈവത്തിന് മുടങ്ങാത്ത സ്തോത്രവും കുറഞ്ഞു പോകാത്ത സ്തുതിയും അർപ്പിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ഈ പുതിയ നൂറ്റാണ്ടിൽ ദൈവാശ്രയത്തോടും ദിശാബോധത്തോടും പരിശുദ്ധ സഭയെ നയിക്കുവാനുള്ള ദൈവികമായ ചുമതലയും നിയോഗവുമാണ് സഭാമക്കളായ നമുക്ക് ഏവർക്കും ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനപ്രതിനിധി സഭ എന്ന് സംശയം കൂടാതെ വിളിക്കപ്പെടുന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അംഗങ്ങളായ നിങ്ങളേവരെയും ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന വലിയതും വിശുദ്ധവുമായ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നിങ്ങളേവരും പരിപൂർണ ബോധ്യമുള്ളവരാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. സഭയിലെ ഇടയന്മാരായി അവരോധിക്കപ്പെടുന്നതിന് ആത്മാവും ജ്ഞാനവും സാക്ഷ്യവും വിശുദ്ധിയും പ്രാർത്ഥനാജീവിതവുമുള്ള 4 മേൽപ്പട്ടക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണല്ലോ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇടവകളിൽ നിന്ന് പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. എപ്പിസ്കോപ്പമാരുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് 2008 മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അംഗീകരിച്ച് നടപ്പിൽ വരുത്തിയ മാനദണ്ഡങ്ങളുടെയും നടപടിച്ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ 139/2026 നമ്പർ കൽപ്പന പ്രകാരം രൂപീകരിക്കപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റി നമുക്ക് സമർപ്പിച്ച 8 പേരുകളിൽ നിന്ന് 2026 ജൂലൈ മാസം 31 സമ്മേളിച്ച അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി തിരഞ്ഞെടുത്ത 6 പേരുകളാണ് നിങ്ങളുടെ മുമ്പാകെ നാം സമർപ്പിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പേര് വിവരങ്ങളും മറ്റും നമ്മുടെ കാതോലിക്കേറ്റ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും അയച്ചു തന്നിരുന്നതാണല്ലോ. മക്കളെ, നമ്മുടെ സഭയുടെ ആവശ്യം നിറവേറ്റത്തക്ക വിധത്തിൽ 4 മെത്രാപ്പോലീത്തന്മാരെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഇന്നത്തെ അസോസിയേഷൻ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സഭയിൽ ഇപ്പോൾ 4 മെത്രാസനങ്ങൾക്കായി മെത്രാപ്പോലീത്തന്മാരെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് വേണ്ടി സഹായ മെത്രാപ്പോലീത്തന്മാരാണ് അവിടെ ഇപ്പോൾ ശുശ്രൂഷകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ എന്ന പരമോന്നത സമിതിയിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്
മലങ്കര സഭയുടെ കാലാനുസൃതമായ ആവശ്യത്തിനനുസരിച്ച് മെത്രാപ്പൊലീത്തന്മാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. മലങ്കര സഭയുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചാണ് 6 പേരുടെ ലിസ്റ്റ് അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി മുഖാന്തരം മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന് നാം സമർപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധ സഭാമാതാവ് തൻ്റെ ആത്മീയ മക്കളായി നിങ്ങളോട് ആവശ്യപ്പെടുന്ന 4 മേൽപ്പട്ടക്കാരെ തിരഞ്ഞെടുത്ത് നൽകുകയെന്ന നിയോഗം തികഞ്ഞ സഭാസ്നേഹത്തോടെ നിങ്ങൾ സഭയ്ക്കായി ചെയ്തു തരണമെന്നും നമ്മുടെ സഭാ ഭരണഘടന അനുസരിച്ചും അതിനനുസൃതമായി തയ്യാറാക്കിയ എപ്പിസ്കോപ്പൽ തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡങ്ങളനുസരിച്ചും വൈദികരുടെയും അൽമാരുടെയും പ്രത്യേകം പകുതിയിലധികം വോട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. വാത്സല്യ മക്കളെ, ഇവിടെ സമ്മേളിക്കുന്ന ഈ 2-ാം മുളന്തുരുത്തി സുന്നഹദോസ് പരിശുദ്ധ സഭയുടെ കൊമ്പ് ഉയർത്തണം. എല്ലാ കാലത്തും പരിശുദ്ധ സഭയ്ക്ക് അഭിമാനപൂർവ്വം ഓർത്തെടുക്കാവുന്നതായ ഒരു ചരിത്രമുഹൂർത്തമായി ഇത് തീരണമെന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം. ആയതിനായി നാം വീണ്ടും നിങ്ങളെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി 4 മേൽപ്പട്ടക്കാരെ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി നമുക്ക് തിരഞ്ഞെടുത്ത് നൽകണം. പുണ്യവാന്മാരായ പിതാക്കന്മാർ നെഞ്ചോട് ചേർത്ത് വളർത്തിയതായ പരിശുദ്ധ സഭയുടെ യശസ്സിന് കോട്ടം വരുത്തുന്നതും നമ്മുടെ ഹൃദയത്തിന് ദുഃഖമുണ്ടാക്കുന്നതുമായ രീതിയിൽ നിങ്ങളാരും പ്രവർത്തിക്കരുത്. ദൈവാശ്രയത്തോടെ മലങ്കര സഭയുടെ ആവശ്യങ്ങൾക്കായി നാം വിളിച്ചുകൂട്ടിയ ചരിത്ര പ്രാധാന്യമുള്ള ഈ മഹാസമ്മേളനം ഇവിടെ നടത്തപ്പെടാതെ ഇരിക്കുവാൻ രഹസ്യത്തിലും പരസ്യത്തിലും ചിലർ പരിശ്രമിച്ചു വന്നത് സത്യമാണ്. എന്നാൽ നമ്മുടെ ദൈവമോ പരിഹസിക്കുവാൻ തക്കം പാർത്തിരുന്നവരുടെ മുമ്പിൽ സഭയുടെ കൊമ്പിനെ വാനോളം ഉയർത്തിയിരിക്കുന്നു. മലങ്കര മെത്രാപ്പൊലീത്തായും പൗരസ്യ കാതോലിക്കമായുമായ നമ്മുടെ സഹോദര മെത്രാപ്പൊലീത്തന്മാരുടെയും ബഹുമാനമുള്ള കോർപ്പിസ്കോപ്പന്മാരുടെയും നിഷ്ഠയുള്ള ദേറക്കാരുടെയും സന്യസ്തരുടെയും പുകഴ്ചയുള്ള വൈദികഗണത്തിൻ്റെയും നമ്മുടെ വാത്സല്യഭാജനങ്ങളായ വിശ്വാസികളുടെയും ഒരേ ഒരു ലക്ഷ്യം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന മഹാനൗകയെ എല്ലാ കാലത്തും വിജയശ്രീയോടെ യേശു ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷത്തിനനുസൃതമായി മഹിമയോടെ നയിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം. നമ്മുടെ കർത്താവും രക്ഷിതാവും പരിശുദ്ധ സഭയുടെ നാഥനുമായ യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടമാണ് തൻ്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയുടെ ഇഷ്ടം. പരിശുദ്ധ സഭയുടെ ഇഷ്ടത്തിനപ്പുറമായി വ്യക്തിപരമായി ആരുടെയും ഒരു താല്പര്യങ്ങളും നിങ്ങളാരെയും ഭരിക്കരുത്. പ്രാദേശിക വാദങ്ങളോ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളോ ഒന്നും കൂടാതെ ദൈവത്തിൻ്റെ സഭയെയും സഭാമക്കളെ ഒരു നാളും വ്യസനിപ്പിക്കാതെ പ്രാണൻ കൊടുത്തും സംരക്ഷിക്കുമെന്ന് നിങ്ങൾക്കുറപ്പുള്ള 4 പേരെ ഇടയത്വ ശുശ്രൂഷയ്ക്കായി നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി തിരഞ്ഞെടുക്കണമെന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നാം നിങ്ങളോട് ആവശ്യപ്പെടുന്നു. മറിച്ചുള്ള താല്പര്യങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ നിർബന്ധിക്കുന്നുവെങ്കിൽ അത് നമ്മെ വളർത്തി വലുതാക്കിയ സഭാമാതാവിനെ അപഹസിക്കുന്നവരുടെ സംഘങ്ങളിലേക്ക് നമ്മെയും ചേർത്ത് നിർത്തുവാനുള്ള ശ്രമമായി നിങ്ങളതിനെ കാണണം. ഇവിടെ നിന്നും ഒരു വെളിപ്പാട് അകലെയാണ് നമ്മുടെ മുൻഗാമിയും നിർമ്മല മാനസനുമായ പരിശുദ്ധ ഔഗൻ ബാവ തിരുമേനി ആടിയേറ്റ് വീണതെന്ന് ഓർക്കണം. പരിശുദ്ധ സഭയ്ക്കു വേണ്ടി സാത്വികനായ ധർമ്മയോഗി കണ്ണുനീരണിഞ്ഞ് പടികൾ ഇറങ്ങിയെടുത്ത് ആർപ്പോടും ദൈവസ്തുതിയോടും നാം ഇന്ന് ആരാധന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം ഈ സഭയോട് നടത്തിയിട്ടുള്ള തൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസ്തനാകുന്നു എന്ന് തന്നെയാണ്. ഈ അസോസിയേഷൻ രോഗക്രമീകരണങ്ങൾക്ക് നമ്മെ സഹായിച്ച എല്ലാവരെയും നാം അനുമോദിക്കുന്നു. എല്ലാവരോടും നാം നന്ദി രേഖപ്പെടുത്തുന്നു. മലങ്കര സഭയുടെ മക്കൾ അവരുടെ പ്രധാന മേലധ്യക്ഷന്മാരും ഇടയന്മാരുമായി അവരെ മേയിച്ചു ഭരിച്ച എല്ലാ പരിശുദ്ധ പിതാക്കന്മാരോടും അചഞ്ചലമായ ഭക്തിയും കൂറും വിധേയത്വവും നിലനിർത്തിയിട്ടുള്ളവരാണ്. സഭയുടെ ഏതാവശ്യങ്ങളിലും രാവെന്നോ പകലെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ ഓടി വരുന്നവരാണ്. അവരുടെ കറപുരളാത്ത നിർമ്മല സ്നേഹത്തിന് മുമ്പിൽ
വിനയപൂർവ്വം നാം ശിരസ് നമിച്ച് നന്ദി അർപ്പിക്കുകയും ഉയരത്തിലേക്ക് കണ്ണുകളുയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പുണ്യപുരാതന സഭയുടെ ആത്മീയ മക്കളായ നിങ്ങളേവരെയും നമ്മുടെ കർത്താവായ യേശുമിശിഹ അനുഗ്രഹപൂർണമായ തൻ്റെ വലത്ത് കൈ ആവസിപ്പിച്ച് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ മുമ്പിൽ കരുണയുടെ വാതിലിനെ അവൻ തുറക്കുമാറാകട്ടെ. സന്തോഷകാലങ്ങളെ എപ്പോഴും അവൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങളെയും നിങ്ങളെ വാങ്ങിപ്പോയവരെയും നീതിമാന്മാരോടും പുണ്യവാന്മാരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിന് താൻ യോഗ്യരാക്കട്ടെ. ആയത് തമ്പുരാനെ പറ്റി അമ്മയുടെയും വിശ്വാസത്തിൽ നമ്മുടെ ജനകനും കാവൽ പിതാവുമായ പരിശുദ്ധ മാർത്തോമാശ്ലീഹായുടെയും മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായ എൽദോമാർ ബസേലിയോസിൻ്റെയും മോർ ഗ്രിഗോറിയോസിൻ്റെയും മാർ ദീവന്യാസൂസിൻ്റെയും മാർത്തോമ ഒന്നാമൻ മുതൽ പരിശുദ്ധ സഭയെ ദൈവാശ്രയത്തോടെ വഴിനടിച്ച നമ്മുടെ എല്ലാ മുൻഗാമികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ.